നമുക്കെല്ലാവർക്കും കൂടി ഹോസ്പിറ്റലിൽ പോയി കനകത്തെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? മഹി ചോദിച്ചതും വൈദേഹി മുഖമുയർത്തി അയാളെ സൂക്ഷിച്ചു നോക്കി. അങ്കിൾ, അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ അമ്മ ഓക്കെ ആണോ അങ്കിൾ? അത് ചോദിച്ചതും അവളുടെ വാക്കുകൾ ഇടറി. ഇല്ല മോളെ, അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗംഗമോളും മാധവും പോകുന്നതിന് മുമ്പേ നമ്മൾക്കെല്ലാവർക്കും കൂടി ഒന്ന് പോയി കനകത്തെ കണ്ടിട്ട് വരാം, അത്രമാത്രം. വൈദേഹിക്ക് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിലായിരുന്നു മഹി അവളോട് സംസാരിച്ചത്. നാളെ കാലത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി അവളെ സമാധാനിപ്പിച്ചു. എന്റെ വൈച്ചു, നീ ഇങ്ങനെ പേടിക്കാതെ. ആന്റിക്ക് യാതൊരു കുഴപ്പവും വരില്ലെന്ന് ഉറപ്പാണ് കൊച്ചേ. ഗംഗ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആ മിഴികൾ നിറഞ്ഞു തൂവി. ആ, നീ ഇനി ഓരോന്ന് പറഞ്ഞ് വൈദേഹിയെ വിഷമിപ്പിക്കാതെ ഗംഗയെ. മാധവ് ആണെങ്കിൽ ഗംഗയെ വഴക്കു പറഞ്ഞത് ഗംഗ അവനെ നോക്കി പോക്കറി കാണിച്ചു. രുദ്രൻ മാത്രം ഇത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലിരിപ്പുണ്ട്. ഗൗരി, നീ എങ്കിൽ ഇന്ന് മോളുടെ കൂടെ കിടന്നോളൂ കേട്ടോ. വൈദേഹിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് മഹി ഗൗരിയെ നോക്കി പറഞ്ഞു. എങ്കിലും വൈദേഹി അത് നിഷേധിച്ചു. സാരമില്ല അങ്കിൾ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. നേരം ഒരുപാടായില്ലേ, ചേച്ചി പോയി കിടന്നോളൂ കേട്ടോ. ശരിയാ. എന്നാ പിന്നെ നമ്മൾക്ക് കിടക്കാം. എന്നിട്ട് കാലത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മടങ്ങി വരാം. മഹി പറഞ്ഞതും ഓരോരുത്തരായി മുറിയിലേക്ക് പോയി. മുകളിലത്തെ നിലയിലേക്ക് ചെന്നിട്ട് രുദ്രന്റെ മിഴികൾ താഴേക്ക് പാഞ്ഞു. കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് വാതിലടയ്ക്കുന്ന വൈദേഹിയാണ് അവൻ അപ്പോൾ അവിടെ കണ്ടത്. ഗംഗയോട് മാധവാണ് കനകത്തിന് സീരിയസ് ആണെന്ന് വിവരം പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൾക്കും ഒരുപാട് സങ്കടമായിരുന്നു. വൈദേഹി ഇതറിയുമ്പോൾ എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാധവിന്റെ തോളിൽ ചാഞ്ഞു. ഈശ്വരാ, എൻ്റെ അമ്മയ്ക്കൊരാപത്തും വരുത്തല്ലേ. എൻ്റെ പളനിയാണ്ടവാ, അമ്മയല്ലാതെ ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. എൻ്റെ അമ്മയെ ആയുസോടെ എനിക്ക് നൽകണേ ഭഗവാനെ. അവളുടെ കണ്ണുനീർ തലയിണ കുതിർന്നു തുടങ്ങിയിരുന്നു. സമയം 2 മണി നേരം. ഇതേവരെ ആയിട്ടും ഒരുപോലെ കണ്ണടയ്ക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവൾ. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള ഓർമ്മകൾ അത് അവളെ ചുട്ടുപൊള്ളിക്കുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അത് മുഴുവൻ ജീവിച്ചു തീർത്ത ഇടം ഇതായിരുന്നു. മോളെ വൈച്ചു, അമ്മ വിളിക്കുന്നത് പോലെ ഒരു നിമിഷം അവൾക്ക് തോന്നി. വേഗം തന്നെ പിടഞ്ഞെഴുന്നേറ്റു വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക്. അമ്മേ! അറിയാതെ അവൾ നിലവിളിച്ചു പോയിരുന്നു. മെയിൻ ഡോർ തുറക്കുവാനായി പാഞ്ഞു ചെന്നതും ആരോ പിന്നിൽ നിന്നും അവളെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വലിച്ചു. നോക്കിയപ്പോൾ രുദ്രനായിരുന്നു അത്. നീ ഇതെവിടേക്കാ ഓടുന്നേ? എന്താ നിനക്ക് പറ്റിയത്? അവളെ പിടിച്ചു തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ ദേവേട്ട, അമ്മ വന്ന് വിളിച്ചതുപോലെ. അത് പറയുമ്പോൾ പാവം കരഞ്ഞു പോയിരുന്നു. നീ സ്വപ്നം വല്ലതും കണ്ടതാവും. ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് വൈദേഹി. അവൻ ശാസിച്ചതും വൈദേഹി ഒന്നുകൂടെ അവനെ മുഖമുയർത്തി നോക്കി. ഗൗരവത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവളുടെ മുഖം താഴ്ന്നു. എന്നിട്ട് വാതുക്കലേക്ക് ഒരിക്കൽ കൂടി നോക്കിയ ശേഷം അകത്തേക്ക് വലിഞ്ഞു. എന്തോ ദുസ്വപ്നം കണ്ട് ഉണർന്ന ശേഷം താഴേക്ക് വന്ന് സെറ്റിയിൽ കിടക്കുകയായിരുന്നു രുദ്രൻ. മനസ്സിനാകെ ഒരു സമാധാനക്കേട് പോലെ അവന് തോന്നിയിരുന്നു. വൈദേഹിക്ക് ആപത്ത് സംഭവിക്കുന്നത് പോലെ ഒരു തോന്നൽ അവനെ കടന്നാക്രമിച്ചു. വല്ലാത്ത ഭയം തോന്നിയപ്പോൾ അവൻ ഇറങ്ങിപ്പോന്നു. കൃത്യം അവളുടെ റൂമിന്റെ വെളിയിൽ കിടന്ന സെറ്റിയിൽ പോയി ഇരിക്കുകയും ചെയ്തു. ആ സമയത്താണ് വൈദേഹിയുടെ റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ മുൻവശത്തെ വാതിൽ തുറക്കാൻ പായുന്നവളെയാണ് അവൻ കണ്ടത്. ആ രാത്രിയിൽ ഉറക്കം വരാതെ അവനും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാവിലെ നേരത്തെ ഉണർന്നു എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി വന്നു. പോകും വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഗൗരി തലേ രാത്രിയിൽ മഹിയോട് പറഞ്ഞിരുന്നു. അതാണ് നല്ലതെന്ന് അവനും മറുപടി നൽകി. യാത്രയിലുടനീളം വൈദേഹി മൗനമായി ഈശ്വരനോട് കേണത് തൻ്റെ അമ്മയെ കാത്തുരക്ഷിക്കണേ എന്ന ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. ഇടയ്ക്കെല്ലാം അവൾ നെടുവീർപ്പെടുന്നത് രുദ്രൻ മിററിൽ കൂടി കാണുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചേരും മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഇറങ്ങി. വൈദേഹിയെ മഹിയും ഗൗരിയും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ ഒരു കോഫി മാത്രം കുടിച്ചു എന്ന് വരുത്തി. കാരുണ്യ മാനസിക ആരോഗ്യക്ഷേമ കേന്ദ്രം എന്ന വലിയ ബോർഡ് വെച്ച ഒരു കൂറ്റൻ കമാനത്തിന് മുന്നിലായിരുന്നു രുദ്രൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. ഇടറുന്ന കാലടികൾ പിന്നിട്ടുകൊണ്ട് മിടിക്കുന്ന ഹൃദയവുമായി ഗൗരിയുടെ കൈയും പിടിച്ച് വൈദേഹി നടന്നു നീങ്ങി. ഏതോ നഴ്സ് അവരുടെ ഒപ്പം വന്ന് ഒരു റൂമിലേക്ക് കയറി. ചെറിയ ഒരു അനക്കം മാത്രമായിട്ട് മെല്ലിച്ച ഒരു രൂപം കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു. അമ്മേ! ഗൗരിയുടെ കൈ വിടുവിച്ചുകൊണ്ട് വൈദേഹി ഓടി. അമ്മ, കണ്ണു തുറക്കമ്മ. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നപ്പോൾ ഇങ്ങനെ കിടക്കുവാണോ? എഴുന്നേറ്റ് വരാൻ പറയൂ ഡോക്ടർ. എൻ്റെ അമ്മയോടൊന്ന് പറയേ.
പറയുന്നതിനൊപ്പം തന്നെ കനകത്തിന്റെ ഇരുകവളത്തും മാറി മാറി ചുംബിക്കുകയാണ് അവൾ. മകളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ശരീരം അങ്ങനെ കിടന്നു. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അലമുറയിടുകയാണ് വൈദേഹി. ഗൗരി അവളെ പലതും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് എങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു. അമ്മ, എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യ്, പ്ലീസ് അമ്മ. അവരുടെ നെഞ്ചിലേക്ക് വീണുകിടന്ന് കരയുന്ന വൈദേഹിയെ ഒരു പ്രകാരത്തിൽ മഹിയും രുദ്രനും ചേർന്ന് പിടിച്ചു മാറ്റി. കനകത്തെ ചികിത്സിച്ച ഡോക്ടറുമായിട്ട് സംസാരിച്ചു നിൽക്കുകയാണ് ഗംഗയും മാധവും കൂടി. പെട്ടെന്നായിരുന്നു അവരുടെ കണ്ടീഷൻ വളരെ വഷളായത് എന്നും ഏത് നിമിഷവും കനകത്തിന്റെ മരണം സംഭവിക്കാമെന്നും ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നുമൊക്കെ ഡോക്ടർ അവരോട് പറഞ്ഞു. അത് കേട്ടതും ഇരുവർക്കും ഒരുപാട് വേദന തോന്നി. അപ്പോഴും അകത്തുനിന്ന് വൈദേഹിയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. എന്തൊരവസ്ഥയാണ് ആ കുട്ടിയുടെ! അവൾക്കിനി ആരാ ഉള്ളത്? പാവല്ലേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ കുട്ടിയോട് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ സംസാരിച്ചതാണ് പോലും. രുദ്രൻ വെളിയിലേക്ക് വന്നപ്പോൾ രണ്ട് നേഴ്സുമാർ തമ്മിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കേട്ടു. ആകെ കൂടി തല പെരുക്കുന്നത് പോലെ. ഗൗരിയും മഹിയുമൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങാതെ നിന്നു. അല്പസമയം കഴിഞ്ഞതും കനകം ശ്വാസമെടുത്ത് വലിക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി. രുദ്ര, മോനെ, ആ ഡോക്ടറെ ഒന്ന് വിളിക്ക്. അച്ഛൻ തിടുക്കത്തിൽ നടന്നു വരുന്നത് കണ്ടതും രുദ്രന് എന്തോ അപകടം മണത്തു. റൂമിലേക്ക് ഓടി വരുന്ന ഡോക്ടർ, ഒപ്പം തന്നെ മാധവും ഗംഗയുമുണ്ട്. കനകം അവസാനമായി ഒന്ന് കണ്ണു തുറന്നു മകളുടെ മുഖത്തേക്ക് നോക്കി. അമ്മേ, അമ്മേ, എന്നെ മറന്നുപോയോ? ഞാൻ വൈച്ചുവാണ് അമ്മേ, അവൾ വിതുമ്പി. പെട്ടെന്നായിരുന്നു കനകത്തിന്റെ മിഴികൾ നിറഞ്ഞു കണ്ണുനീര് ചെന്നൈയിലൂടെ ഒലിച്ചിറങ്ങിയത്. അതുകൂടി കണ്ടതും അമ്മയുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് വൈദേഹി അവരുടെ ഇരുകവളിലും മാറി മാറി ചുംബിച്ചു. എന്തിനാ കരയുന്നേ? എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് താമസിക്കാം. അമ്മ ഒന്ന് എഴുന്നേറ്റ് വന്നേ. വൈദേഹി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവരോട് സംസാരിക്കുകയാണ്. ഗൗരിയും ഗംഗയും ഒക്കെ അത് കണ്ട് കരയുകയാണ്. മഹിക്ക് സങ്കടം വന്നിട്ട് അവിടെ നിന്ന് മാറി വാതുക്കൽ വന്നു നിന്നതേയുള്ളൂ. പെട്ടെന്നായിരുന്നു കനകം ഇക്കളെടുത്തത്. അയ്യോ ഡോക്ടർ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? വൈദേഹി പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും കനകത്തിന്റെ ശ്വാസഗതി മന്ദഗതിയിലായി. പയ്യെ പയ്യെ അത് കുറഞ്ഞു വന്നു. വൈദേഹിക്കും എല്ലാവർക്കും തോന്നി കനകം ഈ ലോകത്തു നിന്ന് വിട പറയുകയാണെന്ന്. തൊണ്ടക്കുഴിയിലെ അവസാന അനക്കവും നിലച്ചപ്പോൾ വൈദേഹി അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അയ്യോ, എൻ്റെ അമ്മയ്ക്ക് എന്താ അനക്കമില്ലാത്തത് ഡോക്ടർ? ഡോക്ടർ, അലറിക്കൊണ്ടവൾ ചാടി എഴുന്നേറ്റു. വൈദേഹി, മോളെ, കരയല്ലേ കുട്ടി നീ? ഗൗരി അവളെ വട്ടം പിടിച്ചു. പക്ഷേ അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് വൈദേഹി പുറത്തേക്കിറങ്ങാൻ ഭാവിച്ചതും ഗംഗയും മാധവും ഒക്കെ ചേർന്ന് അവളെ പിടിച്ചു നിർത്തി. ആകെ കൂടെ സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് തൻ്റെ അമ്മ മാത്രമാണ്. ഒടുവിൽ അമ്മയും പോയി, എന്നെ തനിച്ചാക്കിയിട്ട്. അമ്മയുടെ ഓർമ്മകൾ ചുട്ടുപൊള്ളിക്കുകയാണ് ഓരോ നിമിഷവും അതികാഠിന്യത്തോടെ. ഗൗരി ആൻറ്റിയുടെ മടിയിൽ അവൾ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാട് കഴിഞ്ഞു. നാട്ടിലേക്ക് അടക്കം ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ബന്ധുക്കളൊക്കെ എത്തിയതായിരുന്നു. പക്ഷേ മങ്കിയും ഗൗരിയും സമ്മതിച്ചില്ല. തെക്കേ പുരയിടത്തിൽ ശവദാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ആളെ വെച്ച് ചെയ്യിപ്പിച്ചിരുന്നു. വൈദേഹി ഇനി തങ്ങളുടെ കൂടെ ഇവിടെ നിന്നുകൊള്ളുമെന്നും അവൾക്ക് വിവാഹപ്രായമാകുമ്പോൾ യോജിച്ച ഒരു പയ്യനെ കണ്ടെത്തി കൊടുത്തു കൊള്ളാമെന്നും മഹി അവളുടെ മാമനോടും ചിറ്റപ്പനോടും ഒക്കെ അറിയിച്ചു. അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി. ഇല്ലെങ്കിൽ ഇനി ഈ പെണ്ണിനെ കൂടി കൊണ്ടുപോകേണ്ടി വരുമോ കുടുംബത്തേക്ക് എന്നായിരുന്നു അവരുടെയൊക്കെ സങ്കടം. ഡാ വൈച്ചു, ഒന്ന് എഴുന്നേറ്റ് കുളിച്ചേ. നേരം എത്രയായി ഈ കിടപ്പ് തുറന്നിട്ട്? ദേ, അമ്മയ്ക്ക് കാലൊക്കെ വേദനിക്കുന്നുണ്ട് കേട്ടോ. ഗംഗ വന്ന് അവസാന ശ്രമം എന്നവണ്ണം പറഞ്ഞപ്പോൾ വൈദേഹി മെല്ലെ എഴുന്നേറ്റു. സോറി ആൻറ്റി, ഞാനതൊന്നും ഓർത്തില്ല. അഴിഞ്ഞുലഞ്ഞ മുടി മുഴുവനും വാരി കെട്ടിവെച്ചുകൊണ്ട് അവൾ ഗൗരിയെ നോക്കി. അതൊന്നും സാരമില്ല മോളെ, നീ എഴുന്നേറ്റ് പോയി ഒന്ന് കുളിച്ച് വേഷമൊക്കെ മാറിക്കേ. എന്നിട്ടിത് ചായയൊക്കെ കുടിക്ക്. 4 മണിക്കായിരുന്നു കനകത്തിന്റെ അടക്കം നടത്തിയിരുന്നത്. അടുത്ത ദിവസം കാലത്തെ ചടങ്ങുകൾ വയ്ക്കാം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും ബന്ധുമിത്രാദികളായ ആളുകളൊക്കെ എത്തിച്ചേർന്നതുകൊണ്ട് പിന്നെ അന്ന് തന്നെ നടത്താൻ തീരുമാനിച്ചു. ഏകദേശം 5 മണിയോടുകൂടി എല്ലാം അവസാനിച്ചു. ആ നേരം മുതൽക്ക് ഗൗരിയുടെ മടിയിൽ കിടക്കുന്നതാണ് വൈദേഹി. ഇപ്പോൾ നേരം 9 മണി കഴിഞ്ഞു. ഇടയ്ക്കൊക്കെയും ഗംഗയും മഹിയും ഒക്കെ മാറി മാറി വന്നു അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വൈദേഹി ആ കിടപ്പ് അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. ഒടുവിൽ അമ്മയ്ക്ക് കാല് വേദനിക്കുന്നു എന്ന് ഗംഗ പറഞ്ഞപ്പോൾ അവൾ വേഗം എഴുന്നേറ്റത്. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും ഒരൽപ്പം വെള്ളം പോലും കുടിക്കാൻ അവൾ തയ്യാറായില്ല. ഒന്നും വേണ്ട ആൻറ്റി, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്. ഗൗരിയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വൈദേഹി
പക്ഷേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയിരുന്നു. ഇനി അവളെ നിർബന്ധിക്കേണ്ട അമ്മേ, പോയി കിടക്കട്ടെ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഗംഗ കൂടി പറഞ്ഞതും പിന്നീട് ആരും അവളെ വിളിക്കാൻ പോയതുമില്ല. അന്ന് അവളെ തനിച്ച് കിടത്തേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും ഒപ്പം കിടന്നു. ഗൗരിയുടെ മാറിൽ പറ്റി ചേർന്നുകൊണ്ട് അവൾ ഒരുപാട് കരഞ്ഞു. കുറേ ഏറെ സമയം ഗൗരി ഓരോ വാക്കുകളും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അമ്മയും അച്ഛനും താനും ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവൾ ഗൗരിയോട് പങ്കുവച്ചു. താൻ ആദ്യമായി കണ്ട വൈദേഹി എന്ന കൊച്ചു പെൺകുട്ടിയാണ് ഗൗരിക്ക് അപ്പോൾ ഓർമ്മ വന്നത്. ദിവസങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടുകൊണ്ടേയിരുന്നു. വൈദേഹി അപ്പോഴും സാധാരണ നിലയിൽ ആയിട്ടില്ലെന്ന് വേണം പറയാൻ. ഏതു നേരവും റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും. നേരാവണ്ണം കുളിയും ജപവും ഒന്നുമില്ല. ഭക്ഷണം പോലും കഴിക്കുന്നത് ഒരു പേരിനു മാത്രം. അവളൊന്ന് ആക്റ്റീവായി വന്നിരുന്നുവെങ്കിൽ കമ്പനിയിൽ ഏതെങ്കിലും പൊസിഷൻ കൊടുക്കാമായിരുന്നു എന്ന് മഹി കൂടെ കൂടെ പറയും. പക്ഷേ വൈദേഹിക്ക് ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു. ആകെ കൂടി ഒരു നിസ്സംഗ പാവം. ഗൗരിയാണെങ്കിൽ സ്വന്തം അമ്മയേക്കാൾ സ്നേഹത്തിലാണ് അവളോട് വാത്സല്യം കാണിച്ചത്. ആ ഒരു കരുതലും സ്നേഹവും അവളിൽ കുറച്ചൊന്നുമല്ല സ്വാധീനം ചെലുത്തിയത്. ഗംഗയും മാധവും കൂടി ഹണിമൂൺ ട്രിപ്പായി സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ഒരാഴ്ച പിന്നിട്ടു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഗൗരിയും മഹിയും കൂടി പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയും 2 ദിവസമായിട്ട് ഇവിടെയില്ല. ആരുടെയോ ബന്ധുവീട്ടിലൊരു കല്യാണം. നാളെ കാലത്തേ മടങ്ങി വരുവുള്ളൂ. രുദ്രൻ മാത്രം ആ നേരത്ത് വീട്ടിലുള്ളൂ. അവനാണെങ്കിൽ താഴത്തെ നിലയിലെ ഹോളിൽ ഇരുന്നു കൊണ്ട് ലാപ്പിൽ എന്തോ ചെയ്യുകയാണ്. വൈദേഹിയുടെ മുറിയിൽ എന്തോ തട്ടിമറിയും പോലെ തോന്നിയതും അവൻ്റെ മിഴികൾ അവിടേക്ക് പാഞ്ഞു. പെട്ടെന്ന് തന്നെ അവളുടെ ഉറക്കെയുള്ള കരച്ചിൽ. ചെന്ന് നോക്കിയപ്പോൾ കണ്ടു, അവളും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് എന്ന്. അത് താഴെ വീണു പൊട്ടിച്ചിതറി കിടപ്പുണ്ട്. വൈദേഹി അതിലേക്ക് നോക്കി കണ്ണ് പൊത്തി കരയുകയാണ്. കുനിഞ്ഞിരുന്ന് അത് കയ്യിലേക്ക് എടുത്തതും അവളുടെ കൈവിരൽ ചെറുതായി ഒന്ന് മുറിഞ്ഞു. വൈദേഹി! രുദ്രന്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി. ദേവേട്ട, കണ്ടോ ദേവേട്ട, എൻ്റെ അച്ഛനും അമ്മയും താഴെ വീണു പൊട്ടിപ്പോയി. കഷ്ടമല്ലേ? നോക്കിക്കേ, ആ കിടപ്പ് കണ്ടോ? കൊച്ചു കുട്ടികളെപ്പോലെ കീഴ്ചുണ്ട് താഴേക്ക് പിളർത്തി പറയുന്നവളെ കണ്ടതും അവന് ആകെക്കൂടി എന്തൊക്കെയോ സംശയം പോലെ. ഒപ്പം കനക ആൻറ്റിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ വാചകങ്ങൾ. സൂക്ഷിച്ചോണം കേട്ടോ, അമ്മയെപ്പോലെ തന്നെ ഈ കുട്ടിക്കും ഒട്ടും മനസ്സിന് ബലമില്ലാത്ത ടൈപ്പാണ്. കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലും അടുത്തുണ്ടാവണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവളുടെ കരച്ചിലും ഇരിപ്പും കണ്ടപ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വളരെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വൈദേഹിയുടെ അടുത്തേക്ക് കയറി ചെന്നു. നീ എഴുന്നേറ്റ് വാ, ഇല്ലെങ്കിൽ ചില്ലുകൊണ്ട് കൈയും കാലും ഒക്കെ മുറിയും. അവൻ പറഞ്ഞതും അവൾ ആലോചനയോടെ തറയിലേക്ക് നോക്കി. ഒരു പ്രകാരത്തിൽ അവളെ പിടിച്ചു മാറ്റി നിർത്തിയ ശേഷം രുദ്രൻ ചില്ലിൻ്റെ കഷ്ണങ്ങൾ എല്ലാം പെറുക്കി വേസ്റ്റ് ബിന്നിലിട്ടു. അവളുടെ സ്വഭാവ രീതിയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ പോലെ രുദ്രന് തോന്നിയെങ്കിലും അമ്മയോട് ഈ വിവരം പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനും അത് തള്ളി. ഒക്കെ അവൻ്റെ തോന്നലാവും എന്നാണ് അവർ രണ്ടാളും പറഞ്ഞത്. 4 മാസങ്ങൾക്ക് ശേഷം. ദേവേട്ട, എന്നെ കല്യാണം കഴിച്ചാൽ മതി കേട്ടോ. വേറെ ഒരു പെണ്ണും ദേവേട്ടൻ്റെ കൂടെ നിൽക്കണ്ട. മാറിപ്പോടി എൻ്റെ ദേവേട്ടൻ്റെ അടുത്ത് നിന്നും. മാറിപ്പോകാനല്ലേ പറഞ്ഞത്? കതിർ മണ്ഡപത്തിൽ രുദ്രൻ്റെ അടുത്ത് നമ്രമുഖിയായി ഇരിക്കുകയാണ് ദേവലക്ഷ്മി. ആ നേരത്തായിരുന്നു ചുമപ്പും കരിനീലയും ഇടകലർന്ന നിറമുള്ള ഒരു പട്ടുസാരി ചുറ്റി മുടി നിറയെ മുല്ലപ്പൂ വെച്ച് ഒരു പെൺകുട്ടി ഓടിക്കയറി വന്നത്. അവളുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് രുദ്രനും ലക്ഷ്മിയും ചാടി എഴുന്നേറ്റു.